പറ്റുമോ എന്നിങ്ങനെ അനി മാക്സിമം ശ്രമിക്കുന്നുണ്ടെങ്കിലും ആദർശ് ഇടയ്ക്കിടയ്ക്ക് വന്നിട്ട് അനിയെ മോട്ടിവേറ്റ് ചെയ്യുകയും മുത്തശ്ശൻ്റെ കാര്യം പറയുകയൊക്കെ ചെയ്യുന്നുണ്ട്. നന്ദു ആണെങ്കിൽ പോലും ഒരു മുറിയിൽ കയറി അടച്ചു പൂട്ടിയിരിക്കുകയാണ്. അങ്ങോട്ടേക്ക് എപ്പോഴും കാവല് പോലെ കനകം നിൽക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ അനിക്ക് അങ്ങോട്ടേക്ക് അടുക്കാനും എടുത്ത ഒരു അവസ്ഥയിൽ നിൽക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ജലജ ഇവരെല്ലാവരും ഇങ്ങനെ വട്ടവിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് എന്താണ് സംഭവം എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അനിയുടെ മനസ്സിലുള്ള പെൺകുട്ടി ആരാണെന്നും കനകം എന്തിനാണ് ഇങ്ങനെ നന്ദുവിനെ ഇങ്ങനെ പൂട്ടിപ്പൂട്ടി വെച്ച് നിൽക്കുന്നതെന്നും അറിയാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ജലജ ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. അങ്ങനെ നമ്മളെ നന്ദുവിനെ ഇങ്ങനെ ഒരു മുറിക്കകത്തിട്ട് കനകം പൂട്ടിയിട്ട് പോകുന്നുണ്ട്. അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ അവളിങ്ങനെ ഒരു ജ്യൂസ് എടുത്ത് കുടിക്കുകയാണ്. നമ്മുടെ അബി ആണെങ്കിൽ ഒരു ജോലിക്കാരനോട് പറയുന്നുണ്ട്, എടാ ഇവിടെ വെച്ചിപ്പം എന്തെങ്കിലും ഡ്രിങ്ക്സ് കഴിച്ചാൽ എന്നെല്ലാവരും പിടിക്കും, അതുകൊണ്ട് തന്നെ നീ മിക്സ് ചെയ്തുകൊണ്ട് വരാമെന്ന് ചോദിച്ചിട്ട് അയാളോട് ചോദിക്കുന്നുണ്ട്. അങ്ങനെ അയാൾ ഓറഞ്ച് ജ്യൂസിനകത്ത് ഈ ഒരു മദ്യം ഇങ്ങനെ മിക്സ് ചെയ്ത് കൊണ്ടുവരുന്നുണ്ട്. അപ്പം ഇവൻ ഇത് കുടിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ എടുത്ത് കുപ്പിക്കകത്ത് ഒഴിക്കുമ്പോഴേക്കുമായിരിക്കും അങ്ങോട്ടേക്ക് നവ്യ വരുന്നത്. നവ്യ എന്നിട്ട് പറയാണ്, എടാ ദാ ഈ സാരി കണ്ടോ, എൻ്റെ ഈ സാരിയൊക്കെ ഞാൻ തേച്ചുകൊണ്ട് വന്നേ, എനിക്കിടാനാന്നൊക്കെ പറയുമ്പോഴേക്കും ശരി എന്ന് പറഞ്ഞ് മേടിച്ച് വെച്ചിട്ട് ഇവിടെ പോയ ഉടനെ പിന്നെ നിന്റെ സാരി തേക്കാൻ ഞാൻ നിന്റെ വേലക്കാരനല്ലേ എന്ന് പറഞ്ഞിട്ട് സാരിയൊക്കെ വലിച്ചെറിയുന്നുണ്ട്. എന്നിട്ട് അവനോട് ദേഷ്യപ്പെട്ട് അവിടെ നടന്നു പോവാണ്. അപ്പോൾ ഈ സമയത്ത് ഈ ഓറഞ്ച് ജ്യൂസിൻ്റെ കാര്യം മറന്നു പോകുന്നുണ്ട്. ഇതേ സമയത്ത് തന്നെ അങ്ങോട്ടേക്ക് നന്ദു വരുമ്പോൾ നന്ദുടെ തൊണ്ട ഇങ്ങനെ ഇടറിയിട്ട് ഇങ്ങനെ ചുമയ്ക്കാണ്. അപ്പോൾ ഈ ജ്യൂസ് ഇരിക്കുന്നത് കണ്ടിട്ട് അവൾ ആ ജ്യൂസ് മുഴുവനും എടുത്ത് കുടിക്കുന്നുണ്ട് കേട്ടോ. അപ്പോഴാണ് അബി കുറച്ച് മുമ്പോട്ട് പോയിട്ട് ജ്യൂസ് മറന്നു പോയാലെന്നാണ് തിരിച്ചു വരുന്നത്. അപ്പം നോക്കുമ്പോഴേക്കും ആ ജ്യൂസ് കുപ്പി കാലിയായിരിക്കും. ഇതിപ്പോൾ ആരെടുത്ത് കുടിച്ചതിങ്ങനെ അവനങ്ങനെ ആലോചിച്ച് നിൽക്കുന്നുണ്ടായിരിക്കും കേട്ടോ. അങ്ങനെയാണ് നമ്മുടെ നന്ദു ആ ഒരു മദ്യം എടുത്ത് കുടിക്കുന്നത്. അവൾ കുടിച്ച് ആകെപ്പാടെ പൂസായിട്ട് ആ വീടിനെ പുറകുവശത്ത് ഒന്ന് കിടക്കായിരിക്കും. എനിക്ക് സത്യം എല്ലാവരോടും പറയണം എനിക്ക് അവനെ ഇഷ്ടമാണെന്നൊക്കെ പറഞ്ഞ് അവിടെ കിടന്ന് കാൽക്കുവാണ്. ഈ സമയത്ത് ജലജ അങ്ങോട്ടേക്ക് വന്നിട്ട് നന്ദു നീ എന്തൊക്കെയാ പറഞ്ഞ് ചോദിക്കുമ്പം അതെ എനിക്കവനെ ഇഷ്ടമാണെന്ന് പറയുമ്പം ആരെയാ മോളെ ആരെ നിനക്ക് ഇഷ്ടമെന്ന് ചോദിക്കുകയാണ്. ഇതും കേട്ടുകൊണ്ട് ഓടി കനകം വരുന്നുണ്ട്. അയ്യോ നന്ദു മോളെ എന്താ സംഭവിച്ചെന്ന് ചോദിക്കുന്നുണ്ട്. അമ്മേ എനിക്കവൻ ഇഷ്ടമാണെന്നൊക്കെ പറയുമ്പോഴേക്കും ജലജയെ ചോദിച്ചിട്ട് കനകം ചോദിക്കുകയാണ്, ഈ ഒരു അവസ്ഥയിൽ കണ്ടിട്ട് നിങ്ങൾക്ക് എങ്ങനെ നിൽക്കാൻ തോന്നുന്നു, ഒന്നെങ്കിൽ എന്നെ അറിയിക്കണ്ടേ എന്നൊക്കെ പറയുമ്പോൾ ഇവിടെ മദ്യപിച്ച് അലമുണ്ടാക്കുന്നതിന് ഞാനിത് ചെയ്യാനെന്ന് ചോദിക്കുകയാണ്. ഇവിടെ അങ്ങനെ മദ്യപിക്കാറൊന്നും ഇല്ല, ഇതെന്താ സംഭവിച്ചതാണെന്നൊക്കെ പറഞ്ഞിട്ട് കനകം നമ്മളെ പിടിച്ച് താങ്ങി എടുത്തോണ്ട് പോകുന്നുണ്ട്. അങ്ങനെ മുറിയിലേക്ക് കൊണ്ടുപോയി അകത്ത് കുറ്റിയിട്ട് അവൾ ചോദിക്കുകയാണ്, എന്താ നന്ദു ഇത്, ഈ കല്യാണം നീ കൊളവാക്കുവോ? ആ ജലജയാണെങ്കിൽ എന്തിനും കിട്ടുമോ എന്ന് ഓർത്ത് ചുറ്റിപ്പറ്റി നടക്കുക, നീ അവളുടെ വായിൽ തന്നെ പോയി തലവെച്ച് കൊടുക്കുമോ എന്നൊക്കെ ചോദിച്ച് വഴക്ക് പറയുന്നുണ്ട്. ഇനി ഇവിടെ നിന്ന് ഇറങ്ങിപ്പോകരുതെന്നും പറഞ്ഞിട്ട് കതക് തുറന്ന് പുറത്തു വന്ന് കതക് താഴിട്ട് ലോക്ക് ചെയ്തിട്ട് അവിടുന്ന് കനകം പോകുന്നുണ്ട്. അപ്പോഴേക്കും ജലജ വന്നിട്ട് ഓർക്കാണ് അവൾ ആരെ ഇഷ്ടമാണെന്നൊക്കെ പറഞ്ഞു. അത് കേട്ട് കനകം പെട്ടെന്ന് ഓടി വന്ന് പേടിച്ചുകൊണ്ടാണ് ഓടി വന്നത്. കനകം ഇതുവരെ കണ്ടില്ലാത്തൊരു പെരുമാറ്റ കനകത്തിൻ്റേത്. ഓടി വന്നുകൊണ്ട് തന്നെ അവൾ ആ കതക് അടച്ച് കുറ്റിയിട്ടല്ലോ എന്തോ ഒരു കാര്യമുണ്ടെന്ന് പറയാണ്. അങ്ങനെ തുറക്കാൻ ആവത്തെ ശ്രമിച്ചിട്ടും ആ ഡോറ് തുറക്കാൻ പറ്റുന്നില്ല കേട്ടോ. ഈ ഒരു സമയത്ത് അതിലെ ആ ഓഡിറ്റോറിയത്തിന് മാനേജർ പോകുമ്പോഴേക്കും ജലജ പറയുന്നുണ്ട്, ഇതിൻ്റെ കീ ഒന്ന് തരാവോ, എൻ്റെ മോളകത്തുണ്ട് അറിയാതെ ലോക്കായി പോയതെന്നൊക്കെ പറയുമ്പോഴേക്കും അയാൾ സ്പെയർ കീ കൊടുക്കുന്നുണ്ട്. അങ്ങനെ അത് തുറന്ന് ജലജ അകത്തേക്ക് കയറുന്നുണ്ട് കേട്ടോ. പിന്നെ നമ്മളെ കാണിക്കുന്നത് അനിയുടെയും അനാമികയുടെയും വിവാഹ ദിവസമാണ്. അനിയും അനാമികയും ഇങ്ങനെ ആ ഒരു മണ്ഡപത്തിൽ വിവാഹ വേഷത്തിൽ മാലയൊക്കെ ഇട്ടിങ്ങനെ ഇരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോഴേക്കും അങ്ങോട്ടേക്ക് കല്യാണം നടക്കാൻ പോവാണ്. ഈ സമയത്തേക്ക് അങ്ങോട്ടേക്ക് പെട്ടെന്ന് ചെറിയമ്മ വന്നിട്ട് കല്യാണം എന്ന് പറയുമ്പോഴേക്കും എല്ലാവരും ഞെട്ടിപ്പോവാണ്. അപ്പോഴേക്കും ജലജ അവിടെ നിന്ന് ചിരിച്ചുകൊണ്ട് അബിയോട് പറയുന്നുണ്ട്, ഇപ്പം നീ കണ്ടോ ഇവിടെ ഒരു ബോംബ് പൊട്ടാൻ പോവാണെന്ന് പറയുമ്പോൾ ബോംബോ എന്താ അമ്മയെന്ന് ചോദിക്കുകയാണ്. നീ കാണാൻ പോകുന്നതല്ലേ ഉള്ളൂ, കണ്ടു നോക്ക് എന്ന് പറയുന്നുണ്ട്. അങ്ങനെ അവിടെ നിൽക്കുമ്പോഴേക്കും എന്താ ചെറിയമ്മ എന്താ കാര്യം ചോദിച്ചുകൊണ്ട് നയന വരുന്നത്. മുത്തശ്ശൻ ചോദിക്കുകയാണ്, എന്താ ജാനകി എന്താ കാര്യം, കല്യാണം നിർത്താൻ പറഞ്ഞ കാരണം എന്ന് ചോദിക്കുമ്പം അതൊക്കെ ഉണ്ടെന്ന് പറഞ്ഞിട്ട് മോനെ ഇതൊന്ന് പ്ലേ ചെയ്തെന്ന് പറഞ്ഞിട്ട് ഒരു ഫോൺ എടുത്തിട്ട് ഒരു പയ്യൻ്റെ കയ്യിൽ കൊടുക്കുകയാണ്. അപ്പോൾ പയ്യൻ അവിടെയുള്ള ഈ വലിയ സ്ക്രീനുണ്ടല്ലോ കല്യാണം കാണാൻ സാധിക്കുന്നത്, അങ്ങനെ സ്ക്രീനിലേക്ക് ആ ഫോൺ കണക്ട് ചെയ്യാൻ കേട്ടോ. ശരിക്കും അങ്ങനെ നമ്മുടെ ജലജ അതിൽ പിടിച്ചിരിക്കുന്നൊരു വീഡിയോ ആണ് അപ്പോൾ അവിടെ പ്ലേ ആവുന്നത്. അതെന്ത് വീഡിയോ ആണെന്ന് ചോദിച്ചാൽ നമ്മുടെ നന്ദു പറയാണ്,
അവിടെ നിന്ന് ഇങ്ങനെ ജലജ അവൾ മദ്യപിച്ചല്ലോ ആ മുറിയിലേക്ക് അവൾ കീ ഇട്ട് കയറിയതിന് ശേഷം ഇവള് ഫോണിൽ ക്യാമറ പിടിക്കുന്നുണ്ട്. നന്ദോട് ചോദിക്കുകയാണ് നീ ആരെയാ സ്നേഹിക്കുന്നതെന്നും കാര്യങ്ങളെല്ലാം ചോദിക്കുമ്പോഴേക്കും നന്ദു മദ്യത്തിൻ്റെ ലഹരിയിൽ ഇങ്ങനെ വിളിച്ചു പറയാണ് എനിക്ക് അനിയെ ഇഷ്ടമാണ്, അനിക്കും എന്നെ ഇഷ്ടമാണ്, ഞങ്ങൾക്ക് പരസ്പരം ഇഷ്ടമാണ്, പക്ഷെ എനിക്ക് ഒരിക്കലും ഒന്നിക്കാൻ കഴിയില്ല, എനിക്ക് അവനെ ഭയങ്കര ഇഷ്ടമാണ്, ഐ ലവ് യു അനി, എല്ലാ ദിവസവും രാത്രിയിൽ ഞാൻ നിന്നെ ഹഗ് ചെയ്തോണ്ടാണ് കിടന്നുറങ്ങാറ് എന്നൊക്കെ പറഞ്ഞ് അവളിങ്ങനെ ഭയങ്കരമായിട്ട് ഇങ്ങനെ സംസാരിക്കുന്ന ഒരാളുടെ പ്രണയത്ത് ഭയങ്കരമായിട്ട് പ്രണയമാണെന്നുള്ള രീതിക്ക് സംസാരിക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു വീഡിയോ ഇങ്ങനെ കാണുമ്പോഴേക്കും മണ്ഡപത്തിലുള്ള എല്ലാവരും ഞെട്ടി ഇങ്ങനെ എണിച്ച് ഷോക്കായി നിൽക്കുകയാണ്. അക്ഷരാർത്ഥത്തിൽ നയനയും ആദർശം എല്ലാവരും ഷോക്കാവുന്നു. എല്ലാവരും പരസ്പരം നോക്കിയിട്ട് ഇങ്ങനെ ആലോചിക്കുകയാണ് ഈശ്വര എന്താ സംഭവം എന്ന്. അപ്പോഴേക്കും കരഞ്ഞുകൊണ്ട് നന്ദു അവിടെ നിൽക്കുകയാണ്. കനകവും തലകുണിച്ച് നിൽക്കുന്നുണ്ട്. എന്താ ഈ കാണുന്നതിൻ്റെയൊക്കെ അർത്ഥം എന്ന് ചോദിക്കുകയാണ് എല്ലാവരും. അപ്പോഴേക്കും അനാമിക പറയാണ് ഞാൻ പറഞ്ഞില്ല അപ്പോഴേ ഇവളുടെ മനസ്സിലിരിപ്പ് വേറെയാണെന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോഴേക്കും അങ്ങോട്ടേക്ക് ചെറിയമ്മ വന്നിട്ട് പറയാണ് നയന നിന്നെക്കുറിച്ച് ഇങ്ങനെയൊന്നും കരുതിയില്ല, ഇതൊക്കെ നിന്റെ പ്ലാനിങ് ആയിരുന്നില്ലേ എന്ന് ചോദിക്കുന്നു. ായിട്ടില്ല ചെറിയമ്മ, ഒരിക്കലും ഈ വിവാഹം അനിയും നന്ദുവായിട്ടുള്ള വിവാഹം നടക്കരുതെന്ന് മാത്രമേ ഞാൻ ആലോചിച്ചിട്ടുള്ളൂ എന്നൊക്കെ പറഞ്ഞ് നായൻ അവിടുന്ന് പൊട്ടിക്കറിയുന്നുണ്ട് കേട്ടോ. അപ്പൊ ഇതിന് ശേഷം എന്താണെന്നുള്ളത് നമുക്ക് അടുത്ത വീഡിയോയിൽ ചർച്ച ചെയ്യാം. മിസ്സാവാതിരിക്കാനും ചാനൽ സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യണേ. താങ്ക്സ് ഫോർ വാച്ചിങ്.